ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ജീവിതം. കാരണം ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറഞ്ഞിരിക്കുന്നു. ഈ ഒരു സമ്മാനത്തെ പലപ്പോഴും വേണ്ടത്ര വില കൽപ്പിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പനോടും അമ്മയോടും മക്കളോടും യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ അളവ് തീരെ കുറഞ്ഞു പോകുന്ന ഒരു കാലം. AI സംവിധാനങ്ങളോട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം. കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകളുള്ള ഒരു കാലഘട്ടം. ഒരു കാലത്ത് കൂട്ടുകുടുംബമായിരുന്ന കുടുംബം ഇന്ന് അണുകുടുംബമായി. കൊടുക്കൽ വാങ്ങലുകൾ കുറഞ്ഞിരിക്കുന്നു. കുടുംബത്തിലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അത് പങ്കുവയ്ക്കുന്ന അവസ്ഥകൾ കുറഞ്ഞിരിക്കുന്നു. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന അവസ്ഥകൾ കുറഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഒറ്റയ്ക്ക് ഒരു മുറിയിലായിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് മാനസികമായ തകർച്ചകൾ കടന്നു വരുന്നത്. യഥാർത്ഥമായ സംസാരമോ സ്നേഹമോ പ്രകടിപ്പിക്കാത്ത ഒരു കാലഘട്ടം. ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സംസാരിച്ചിരുന്നു. ഇന്ന് എല്ലാവരും മൊബൈലിനെയൊക്കെ ആശ്രയിക്കുന്ന കാലഘട്ടം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും പല ആകുലതകളും വിഷമങ്ങളും പങ്കുവെക്കാതെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങളുടെ തകർച്ച കടന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് വിവാഹത്തോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് മാറിയിരിക്കുകയാണ്. വിവാഹമെന്ന സമ്പ്രദായത്തോട് വെറുപ്പ് കൽപ്പിക്കുന്ന ഒരു കാലം. മക്കൾ വേണ്ട ചിന്തിക്കുന്ന കുടുംബങ്ങളുടെ കാലഘട്ടം. സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും ഉള്ളിലുള്ള സങ്കടങ്ങളെയോ പ്രയാസങ്ങളെയോ ബുദ്ധിമുട്ടുകളെയോ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഓരോ വ്യക്തിയിലും കടന്നുപോകുന്നത്. സ്വന്തമായി ചിന്തിച്ച് പലപ്പോഴും ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ലാതെ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്ന ഒരുപാട് സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മാനസിക നില തകരുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ദയാൽ സൈക്കോളജിക്കൽ സർവീസസ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തോട് കൂടുതൽ ആഭിമുഖ്യം പകർത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് പങ്കുവെച്ച് നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.